വെറും സീറോയിൽ നിന്ന് ഹീറോയിലെത്തിയ കഥയല്ല രമേശ് പിഷാരടിയുടേത്. അത് നെഗറ്റീവിൽ നിന്ന് സീറോയിലെത്തി അവിടെ നിന്ന് പാലക്കാടിന്റെ മനസ്സിലേക്ക് ഹീറോവായി നടന്നു കയറിയ ഒരാളുടേതാണ്. അതെ, അതാണ് രമേശ് പിഷാരടി. നമസ്കാരം. MS ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പിഷാരടി പാലക്കാട് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് വളരെ കുറവായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന ചർച്ചകളുടെ വാർത്തകളിൽ പിഷാരടി എന്ന പേര് കാണുമ്പോൾ തന്നെ സത്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഒളിഞ്ഞും തെളിഞ്ഞും അവരത് പ്രകടിപ്പിച്ചു. 8 മണിക്ക് വോട്ട് എണ്ണിയാൽ 8:15 തോൽക്കുമെന്ന് മുതിർന്ന നേതാക്കൾ പോലും അടക്കം പറഞ്ഞു. പല പേരുകളും പിഷാരടിക്ക് പകരം അവർ ഉയർത്തിക്കാണിച്ചു. പക്ഷേ പാർട്ടി ഒന്നും കണ്ടില്ലാന്ന് നടിച്ച് മുന്നോട്ടുപോയി. പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പിഷാരടി പ്രചാരണവും തുടങ്ങി. ആദ്യമൊക്കെ ഒരു ഒഴുക്കൻ മട്ടായിരുന്നു കാര്യങ്ങൾക്ക്. പലരും ശോഭാ സുരേന്ദ്രന്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചുപോലും സംസാരിച്ചു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞു. പാലക്കാടിന്റെ കാറ്റ് പിഷാരടിക്ക് അനുകൂലമാക്കി മാറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 എണ്ണം ഇനി പറയുന്നവയാണ്. തുടക്കത്തിൽ രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് അഖിൽ മാരാറായിരുന്നു. പിഷാരടിക്ക് രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനമാണുള്ളതെന്ന് മാരാർ ചോദിച്ചു. എന്നാൽ ഈ വിമർശനങ്ങൾ ഓരോന്നും സോഷ്യൽ മീഡിയയിൽ പിഷാരടിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കി. പരിഹാസങ്ങളെ വളരെ പക്വതയോടെ പിഷാരടി നേരിട്ടു. മീഡിയയുടെ ചോദ്യത്തിന് 2 വർഷം കഴിഞ്ഞ് ഞാനിതിന് മറുപടി പറയാം, അന്നും അയാൾക്ക് ഈ നിലപാട് തന്നെയാണോ എന്ന് നോക്കിയിട്ട് പറയാം എന്ന് പിഷാരടി തിരിച്ചടിച്ചത് മാരാർ അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനിടയില്ല. ചുരുക്കത്തിൽ മാരാരുടെ നെഗറ്റീവ് അടികൾ അയാൾക്ക് തന്നെ നെഗറ്റീവായി മാറിയെന്നതാണ് സത്യം. അടുത്ത പ്രധാന കാര്യം ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആ ഒരു പരാമർശമാണ്. കേരളം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്നു പേരുകേട്ട ഒരാളിൽ നിന്ന് വന്ന ആ വാക്ക് സത്യത്തിൽ പാലക്കാട്ടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിച്ചു. രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ചതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് പിഷാരടിയുടെ രാഷ്ട്രീയ ഗൗരവത്തെ കുറച്ചു കാണിക്കാനായിരുന്നു. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചു. ഒരു കലാകാരനെ ഇത്രത്തോളം തരം താഴ്ത്തി സംസാരിക്കുന്നത് ശരിയല്ലെന്ന വികാരം വോട്ടർമാരിലുണ്ടായി. മിമിക്രിക്കാരൻ രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ലേ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നുയർന്നുവന്നു. KPAC പോലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നുവന്ന ഇടതു പ്രസ്ഥാനത്തിലെ ഒരു തലമുതിർന്ന അംഗം തന്നെ ഇത്തരത്തിലൊരു കലാകാരനെ അപമാനിച്ചു എന്നത് വലിയ ചർച്ചയായി. ഇതോടെ രാഷ്ട്രീയത്തിനതീതമായി കലാകാരന്മാരും സാധാരണക്കാരും പിഷാരടിക്ക് പിന്തുണയുമായെത്തി. അപകടം മണത്ത തോമസ് ഐസക് പിറ്റീന്നു തന്നെ ഖേദം പ്രകടിപ്പിച്ചു തടിയൂരി. പക്ഷേ കോമാളി എന്ന ഈ ഒറ്റ പ്രയോഗം പിഷാരടിക്ക് വലിയ തുണയായി. അവിടെ നിന്നാണ് നെഗറ്റീവിൽ നിന്നിരുന്ന ഗ്രാഫ് ശരിക്കും കുതിച്ചു തുടങ്ങിയത്. പ്രചാരണത്തിന്റെ ഭാഗമായി പിഷാരടി വടക്കന്തറ പോലുള്ള BJP ശക്തി കേന്ദ്രങ്ങളിലെത്തിയപ്പോൾ അവിടെ BJPയുടെ പ്രാദേശിക പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വഴി തടയാൻ ശ്രമിച്ചു. സത്യത്തിൽ പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കരിയർ ബ്രേക്കിംഗ് മൊമെന്റ് പോലെയായിരുന്നു. താനൊരു നിസ്സാരക്കാരനല്ലെന്നും എതിരാളികൾ തന്നെ ഭയപ്പെടുന്നുണ്ടെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സംഭവം സഹായിച്ചു. BJPയുടെ ഈ അനാവശ്യ പ്രകോപനം സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ പിഷാരടിയോട് ഒരു താൽപര്യം ജനിപ്പിച്ചു. BJPയുടെ മുതിർന്ന നേതാക്കളെ ഈ സംഭവം തെല്ലൊന്നുമല്ല വെട്ടിലാക്കിയത്. ഇതോടെ നിഷ്പക്ഷ വോട്ടർമാരുടെ ഇടയിൽ പിഷാരടി ഒരു ഹീറോ പരിവേഷത്തിലേക്ക് ഉയർന്നു. ഇനി 4ാമത്തെയും ഏറ്റവും നിർണായകവുമായ ഘടകം. സത്യത്തിൽ പിഷാരടിയുടെ ഭൂരിപക്ഷം കൂട്ടാനുതകുന്ന രീതിയിലുള്ള കോൺഗ്രസിന് വീണുകിട്ടിയ ഒരു സംഭവമായിരുന്നു ഇത്. കൊട്ടിക്കലാശത്തിനു ശേഷം തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തുവന്ന ആ വാർത്ത. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ടീമിനെതിരെ ഉയർന്ന വോട്ടിന് പണം നൽകിയെന്ന ആരോപണം. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ആ വീഡിയോകൾ BJP ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കി. അതുവരെ തീരുമാനമെടുക്കാത്ത വലിയൊരു വിഭാഗം നിഷ്പക്ഷ വോട്ടർമാരെ ഈ സംഭവം മാറ്റി ചിന്തിപ്പിച്ചു. പണം കൊടുത്തു വോട്ടു വാങ്ങുന്നു എന്ന പ്രചാരണം ശക്തമായതോടെ ഒരു ക്ലീൻ ഇമേജ് നിലനിർത്തിയ പിഷാരടിയിലേക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ ഇത് കാരണമായി. അവസാന നിമിഷം കളിയാകെ മാറിമറിഞ്ഞതവിടെയാണ്.
ബി.ജെ.പിക്ക് വരാനിരുന്ന വോട്ടുകളിൽ വിള്ളൽ വീണപ്പോൾ ആ കാറ്റ് പിഷാരടിക്ക് അനുകൂലമായ ഒരു തരംഗമായി മാറി. അതെ, ഒരു രാഷ്ട്രീയക്കാരന്റെ പരിവേഷമൊന്നുമില്ലാതെ പാലക്കാടേക്ക് വണ്ടി കയറിയ രമേശ് പിഷാരടി ഇന്ന് പാലക്കാടിന്റെ മനസ്സ് കീഴടക്കി നിൽക്കുകയാണ്. നെഗറ്റീവിൽ നിന്ന് സീറോയിലെത്തി അവിടെ നിന്ന് ഹീറോ ആയി മാറിയ ആ യാത്രയിൽ സ്വാധീനം ചെലുത്തിയ വസ്തുതകളിൽ അല്ലെങ്കിൽ വിജയശില്പികളിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക.